അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചെറിയൊരു സൂറത്താണ്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു മല പോലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്ന ഒരു കൊച്ചു സൂറത്തിനെ കുറിച്ചാണ്. നോക്കാം ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ, അത് എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടിയുള്ളത്, എപ്പോഴാണ് നമുക്ക് ഓതേണ്ടിയുള്ളത്. മല പോലെയുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തു തരും, നടത്തി തരും. ഈ സൂറത്ത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ ഓതി ചെയ്താൽ. അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങളുടെ ജന്മദിനം കഴിഞ്ഞ ആ ജന്മദിനത്തിന് നമ്മൾ പല പല പരിപാടികൾ വെക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയും അതുപോലെ തന്നെ തോരണങ്ങൾ കെട്ടുകയും അതുപോലെ ട്യൂബ്ലൈറ്റുകൾ കെട്ടുകയും അങ്ങനെ പല പരിപാടികളും അതിലൂടെയൊക്കെ നമ്മുടെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ നമ്മൾ ചെയ്തു. എന്നാൽ അതൊക്കെ കൊണ്ട് ആ നബിദിനം കഴിഞ്ഞതോടൊപ്പം നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹവും നമ്മളിൽ നിന്ന് പോകാൻ പാടില്ല. മുത്തനബിതങ്ങളോട് എപ്പോഴും നമുക്ക് സ്നേഹമുള്ളവരായി നമ്മൾ മാറണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് മൂന്നാം ദിവസം എല്ലാ സഹാബാക്കളും സങ്കടത്തോടെ ഇരിക്കുകയാണ്. മുത്തനബി തങ്ങൾ വഫാത്തായി. മൂന്നാമത്തെ ദിവസം സഹാബത്ത് മുഴുവനും ഇങ്ങനെ ദുഃഖത്തോടെ ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ജാബർ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടത്തോഴനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങളോട് ജാബർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, നമുക്കൊരു വിഷമം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോടൊപ്പം ചേരുമായിരുന്നല്ലോ. അബൂബക്കർ തങ്ങളെ, ഇന്ന് മുത്തനബി തങ്ങൾ നമ്മോട് വിട പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖബർ ശരീഫിന്റെ ഉള്ളിലാണല്ലോ. മഹാനവരോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമാക്കപ്പെട്ട അവിടുത്തെ റൗള ശരീഫിന്റെ ഉള്ളിലാണല്ലോ. എന്നിട്ട് മഹാനവരോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ റൗള ശരീഫിന്റെ ഉള്ളിൽ കിടന്ന മുത്തനബി തങ്ങൾ വേദനപ്പെടുന്ന സമയം എപ്പോഴാണ്? സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മുത്തനബി തങ്ങൾ എപ്പോഴാണ് വേദനപ്പെടുന്നത്? ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹാബത്തിനെ മൊത്തം വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ ജാബർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് മദീനത്തുള്ള മുഴുവൻ സഹാബാക്കളെയും വിളിക്കുകയാണ്. എല്ലാവരും കടന്നു വന്നിരുന്നു. ആരുടെ മുന്നിലെന്നറിയാമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ഭൂരിഭാഗം സഹാബാക്കൾ മദീന പള്ളിയിലുണ്ടായിരുന്നു. ചില സഹാബാക്കൾ എന്തോ ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തുപോയി അവരെയും വിളിപ്പിച്ചു. എല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ സഹാബാക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ഒരിക്കൽ ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തനബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ ദുനിയാവിന്റെ പുറത്തു നിന്നും വിട പറഞ്ഞാലും എന്റെ ഉമ്മത്തിന്റെ ചില കാര്യങ്ങൾ കണ്ടു മനസ്സ് പൊട്ടിക്കരഞ്ഞു പോകും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സഹാബാ. സുബ്ഹാനല്ലാഹ്. ഈ കാര്യം പറയുമ്പോൾ സഹാബാക്കളുടെ മനസ്സ് മുഴുവനും വേദനിക്കുകയാണ്. മുത്തനബി തങ്ങൾ ഖബർ ശരീഫിനുള്ളിൽ കിടന്ന് സങ്കടപ്പെടുകയോ സഹാബാക്കൾ ചോദിക്കുകയാണ്, അതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ സിദ്ദീഖേ റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോഴൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഓർക്കാതെ കടന്നു പോകുന്ന ഒരു സമയം വന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ടവർ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിക്കാതെ, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാതെ, ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായം കടന്നു പോകുമ്പോൾ, മുത്തനബി തങ്ങളെ ഓർക്കാതെ കടന്നു പോകുമ്പോൾ, നരകത്തിന്റെ പ്രവർത്തനങ്ങൾ ഉമ്മത്ത് ചെയ്തു കൂട്ടുമ്പോൾ അതിൽ എന്റെ ഉമ്മത്ത് പെട്ടുപോകുമോ എന്നോർത്ത് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു പോകും.
കാരണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു, ഒരുപാട് ഉസ്താദന്മാരുടെ വാദുകൾ നമ്മൾ കേട്ടു, ഒരുപാട് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ കേട്ടു. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹൃദയം നബിത്തങ്ങളോടുള്ള മുഹബ്ബത്ത് കൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ നമ്മൾ മുറുകെ പിടിക്കണം. ഹറാമുകളിലേക്ക് നമ്മൾ പോകരുത് അല്ലേ? നമ്മൾ ഇനി ഹറാമുകളിലേക്ക് പോകാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മളെ ഉണർത്തിയത്. അപ്പൊ ഈ റബീഉൽ അവ്വൽ നമുക്കൊരു ഉണർവ് തന്നത് എന്താണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ റസൂലിനെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക. അല്ലാഹുവിനെ റസൂലിനെ വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ആകത്തുക, സമുദായം അല്ലാഹുവും റസൂലും നിരോധിച്ച കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആ പരിശുദ്ധ റൗദയിൽ കടന്നുകൊണ്ട് വിഷമിക്കുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മൾ കഴിഞ്ഞു പോയെങ്കിലും നമ്മളെ നന്മകൾ വാരിക്കൂട്ടുക, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തുക. അത് ഇബാദത്തുകളിലൂടെയും മുത്തനബിത്തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുറ പോലെ ചെയ്തു പോവുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം, നിങ്ങൾ ഈ 5 ആയത്തുകൾ മാത്രമുള്ള ഈ കുഞ്ഞു സൂറത്ത്, ചെറിയ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ അടഞ്ഞ വഴികൾ തുറന്നു കിട്ടും. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. മഹാന്മാര് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഈ സൂറത്ത് ഈ പറയുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം കിട്ടുന്നതാണ്. ഈ സൂറത്ത് നമുക്ക് ഓതാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയിക്കും. അതായത് നമുക്ക് മലപോലുള്ള ആവശ്യങ്ങൾ ഉണ്ടായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 1000 ഹജ്ജും, അതുപോലെ തന്നെ ഇത് ഓതിയാലുള്ള കൂലി 1000 ഹജ്ജും, അല്ലാഹുവിന്റെ മാർഗത്തിൽ 1000 വട്ടം ജിഹാദ് ചെയ്ത് പോലത്തെ പ്രതിഫലവും കിട്ടും. അപ്പൊ ഈ സൂറത്ത് പതിവായി ഓതുന്നവർക്ക് അല്ലാഹു നൽകപ്പെടുന്ന കൂലികളാണ്. അത്രയും മഹത്വമുള്ള സൂറത്താണ്. മഹാന്മാര് പറയുന്നു, ഭരണാധികാരികളിൽ നിന്നോ എന്തെങ്കിലും നേതാക്കന്മാരിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇല്ലേ, നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ വിഷയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾ ആരിൽ നിന്നെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ, ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പോകുന്നതിന് മുമ്പ്, ഉദാഹരണത്തിന് നമ്മുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യം ശരിയാക്കി കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ശരിയായി കിട്ടാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് അത് മുടങ്ങിക്കിടക്കുന്നു, അത് ശരിയാക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധ്യത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒതു കൊടുക്കുക. എന്നിട്ട് ഈ പറയാൻ പോകുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. ആയത്തുൽ കുർസി എല്ലാം അറിയാമല്ലോ. ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് 1 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഏത് കാര്യമാണോ നമ്മൾ പോയത് ആ കാര്യം ഇൻഷാ അല്ലാഹ് നടക്കുന്നതാണ്. അപ്പൊ ആ സൂറത്ത് ഏതാ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹണത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു തന്ന ഒരു വഴിയാണ് ഈ സൂറത്തുൽ ഖദ്ർ എങ്ങനെയാണ് ഓതേണ്ടതുള്ളത് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾ, എല്ലാ ആവശ്യവും ഞാനിവിടെ പറയുന്നില്ല, വീഡിയോ അങ്ങനെ നീണ്ടുപോകും. അപ്പൊ നമ്മൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഈ സൂറത്ത് നമ്മൾ ഒരു 3 പ്രാവശ്യം ഓതുക. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി നമുക്കറിയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഈ മഹത്തായ ആയത്തുൽ കുർസി 3 പ്രാവശ്യം നമ്മൾ ഓതണം. അതിനുശേഷം സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഞാൻ ഓതിത്തരാം. സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്. ഇനി നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് നോക്കിയാലും കാണാം. സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്
أعوذ بالله من الشيطان الرجيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ മഹത്തായ ആയത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. റഹ്മാൻ റഹീമായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹസനാക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വലിയ വലിയ വിജയങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇനി അടുത്തൊരു നേട്ടം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു പനി ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടായി, അപ്പോൾ നല്ലതുപോലെ മനസ്സിരുത്തി എന്റെ രോഗം എനിക്ക് മാറ്റി തരണേ, ഈ രോഗം എനിക്ക് തരല്ല എന്നുള്ള നല്ല മനസ്സോടെ ഈ സൂറത്ത് ഓതിയാൽ, പതിവായി ഓതിയാൽ ആ രോഗം അല്ലാഹു മാറ്റി തരുന്നതാണ്. ഒരുപാട് രോഗമുള്ളവരുണ്ട്, അവരിലേക്ക് ആ ദാരിദ്ര്യവും ആ രോഗവും ഒന്നും ഇൻഷാ അല്ലാഹ് വരുകയില്ല എന്നും ഈ സൂറത്തിന്റെ മഹത്വത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്. അടുത്തതായി കിട്ടുന്ന നേട്ടം, വിത്ർ നമസ്കാരം കഴിഞ്ഞ്, സാധാരണ നമ്മൾ ഈശാസ്കരിക്കും വിത്ർ നമസ്കാരം കഴിഞ്ഞ് 7 വട്ടം ഈ സൂറത്ത് ഓതൽ പതിവാക്കിയാൽ രാവിലെ വരെ നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരാൻ മലക്കുകളോട് ദുആ ചെയ്യാൻ അല്ലാഹു പറയുന്നതാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി രാവിലെ വരെ വെളുക്കുവോളം പുറത്തല്ലേ കിട്ടുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുന്ന സമയം മലക്കുകൾ ആ മനുഷ്യനെ തിരിച്ചറിയും. എങ്ങനെ ആ മനുഷ്യന്റെ ശരീരം വെട്ടിത്തിളങ്ങും എന്നാണ്. മാത്രമല്ല, അവന്റെ വലക്കയിൽ അവന്റെ നന്മതിന്മകൾ എഴുതപ്പെട്ട കിതാബ് അല്ലാഹു കൊടുക്കും. അതുപോലെ തന്നെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ പോകുന്നത് വരെ ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം ഒരു മനുഷ്യൻ 25 പ്രാവശ്യം, ഈ സൂറത്ത് ഞാൻ പറഞ്ഞ ഈ സൂറത്തുൽ ഖദറിന്റെ മാത്രമാണ്. ഈ സൂറത്ത് ഒരാള് വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം 25 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത പ്രതിഫലവും ലഭിക്കുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ആ ജുമാ ദിവസം ആരൊക്കെ ജുമാ നമസ്കരിക്കുന്നോ അതിന്റെ പ്രതിഫലം കൂടിയോ ഈ സൂറത്തുൽ ഖദർ ഓതുന്ന മനുഷ്യൻ അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ സൂറത്തുൽ ഖദറിന്റെ മഹത്വമാണ് പറഞ്ഞത്. 3 രീതിക്കാണ് പറഞ്ഞത്. ആദ്യം നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി നമ്മൾ പുറത്തു പോകുമ്പോൾ ആയത്തുൽ കുർസി 3 പ്രാവശ്യം, സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം, അതുപോലെ തന്നെ തൗബയിലെ അവസാനത്തെ ആയത്ത്. പിന്നെ രണ്ടാമത് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സൂറത്തുൽ ഖദർ ഓതേണ്ട രീതിയാണ്. വിത്റിന് ശേഷം സൂറത്തുൽ ഖദർ ഓതിയാലും വെള്ളിയാഴ്ച ഓതിയാലും അല്ലാഹു ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു സൂറത്താണ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനേ റബ്ബേ, ഈ ഭൂമിയിൽ തന്നതിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ, ഞങ്ങളുടെ മക്കളിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം